അപ്പോൾ ഏവർക്കും എൻ്റെ പുതിയതും ആദ്യത്തേതുമായ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രെഡി. ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, FERRO ബയോമെക് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ അതിൻ്റെ ഒരു ഡയറക്ടറാണ്. നമ്മുടെ വേറെ ഫേം നിങ്ങൾക്ക് പരിചിതമായിട്ടുണ്ടാവും, ഓട്ടോമോട്ട് കസ്റ്റംസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ കമ്പനീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കമ്പനി റിന്യൂവബിൾ എനർജി ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോളാർ, ബയോഗ്യാസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 2009 തൊട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. 2012 നമ്മൾ കമ്പനി ഫോം ചെയ്തത്. അപ്പോൾ സ്ട്രേറ്റ് അവേ നമ്മുടെ ഈ വീഡിയോയിലേക്ക് കടക്കാൻ ഒന്നും കൂടി സ്വാഗതം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ്. ഇതാണ് ബയോഗ്യാസ് പ്ലാന്റ്. ഇവിടെ നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതൊരു വേസ്റ്റ് ഒരു സ്ഥലമായിരുന്നു. ഇത് നമ്മൾ കുഴിച്ച് ഇത്രയും വരെ നമുക്ക് പ്ലാന്റ് ഉണ്ട് കേട്ടോ. ടോട്ടലി 36 ഫീറ്റാണ്. ഇത്ര വരെ നമുക്ക് പ്ലാന്റ്, ഇത്രയും റൗണ്ടായിരുന്നു പ്ലാന്റ്. മൊത്തം 36 ഫീറ്റാണ്. ബാക്കിയെല്ലാം മണ്ണിട്ട് മൂടി. ഇത് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഡൈജസ്റ്റർ ടാങ്കാണ് കേട്ടോ. ഇതിലാണ് ഗ്യാസ് സ്റ്റോർ ചെയ്തിട്ട് മുട്ട പോലെ ഇരിക്കുന്നത് കണ്ടോ. ഞാനൊരു കാണിച്ചിട്ടാണ്. മുട്ട ഷേപ്പ് കണ്ടോ. ഈ മുട്ട ഷേപ്പിൻ്റെ ഉള്ളിലാണ് ഗ്യാസ് സ്റ്റോർ ആവുക. മുട്ട ഷേപ്പ് കൊടുത്തിട്ടുള്ള അതിൻ്റെ പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അതിൻ്റെ ഗ്യാസ് ലൈൻ. ഈ ലൈനാണ് അങ്ങനെ പോയി അതിലേ പോയി അപ്പുറത്ത് തൂങ്ങിക്കിടക്കുന്നുണ്ടോ കണ്ടോ. അതാണ് ബയോഗ്യാസ് ലൈൻ. ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സാന്ഥിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരുപാട് പറയാനുണ്ട്. ഇതൊരു ചാരിറ്റി സ്ഥാപനമാണ്, ഒരു ട്രസ്റ്റാണ്. സിസ്റ്റേഴ്സിൻ്റെ അണ്ടറിലുള്ളൊരു ട്രസ്റ്റാണ്. ഇതിൻ്റെ നടത്തിപ്പുകാരൻ, അമരക്കാരൻ, സാരഥി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ ജോയ് കൂത്തൂർ എന്നാണ്. എൻ്റെ ഒരു സുഹൃത്താണ് ആൾ വളരെ വളരെ ഫ്രണ്ട്ലി ആയൊരു അച്ഛനാണ്. ആൾക്ക് പള്ളിയിലും ഡ്യൂട്ടി ഉണ്ട്. ആൾ കൊഴുക്കുള്ളി പള്ളിയിലെ ഇടവക വികാരിയാണ്. ഭയങ്കര വെർസറ്റൈലാണ് ആൾ. അത്രയും പവർഫുള്ളാണ്. എന്നാൽ നല്ല കമ്പനിയാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. ആളുടെ ഐഡിയയും ആളുടെ അധ്വാനമാണ് ഈ കാണുന്ന കുന്ന് മൊത്തം. നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അച്ഛനെ കുറിച്ച് പറയാനുണ്ട്. അതിൽ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, അച്ഛൻ ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫുള്ളി ചാരിറ്റി ബേസിസിലാണ്. അതായത് ഡയാലിസിസ് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു ഹോസ്പിറ്റലാണ്. ഞാൻ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചൊരു വ്ളോഗ് വേറെ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് അച്ഛൻ ഓൾറെഡി കിച്ചൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഓൾറെഡി കിച്ചൺ സെറ്റ് ചെയ്തിരുന്നു. കിച്ചൺ സെറ്റ് ചെയ്തിട്ട് 30 ലക്ഷം രൂപയ്ക്ക് മറ്റോ ആണ് അച്ഛൻ കിച്ചൺ സെറ്റ് ചെയ്തത്. അതിന് ശേഷമാണ് അച്ഛന് ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഐഡിയകൾ വന്നത്. അതുമാത്രമല്ല, അച്ഛൻ അവിടെ LPG വളരെ യൂസേജ് വരുമെന്ന് പറഞ്ഞു. കിച്ചണിൻ്റെ പേര് ഹിൽ ടോപ്പ് കിച്ചൺ എന്നാണ്. വെറും തുച്ഛമായ റേറ്റിലാണ് അവർ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവായതുകൊണ്ടാണ് ഈ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് കടക്കാൻ കാരണം. പിന്നെ വേസ്റ്റ് സപ്ലൈ ചെയ്യാനായിട്ട് തോംസൺ ഗ്രൂപ്പ് ഇവരായിട്ട് ടൈപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ പ്ലാന്റ് പണിയാൻ ഇടയുണ്ടായത്. ഇത് 1 ടണ്ണിൻ്റെ പ്രൊജക്റ്റാണ്. 1 ടണ്ണിൻ്റെ പ്രൊജക്റ്റാണെങ്കിലും നമ്മൾ 1.5 ടണ്ണ് വരെ വേസ്റ്റ് ഇടാവുന്ന ഒരു മോഡലാണത്. ഇതിൻ്റെ ഇൻലെറ്റാണത്. അപ്പോൾ ഈ പ്ലാന്റ് പണിയുമ്പോൾ അച്ഛനെ ഞങ്ങളോടൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് തന്നത് നമ്മളോടുള്ള വിശ്വാസവും നമ്മുടെ കമ്പനിയുടെ പ്രാവണ്യം, നമ്മളത്രയും ഈ ഫീൽഡിലുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് തന്നത്. ഇത് തന്നത് അച്ഛൻ ആകെ കൂടി ഒറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, എനിക്കിവിടെ ഗ്യാസിന് ബുദ്ധിമുട്ട് വരരുത്. ആ ഗ്യാസിന് ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് നമ്മൾ ഈ പ്ലാന്റ് പണിയുന്നത്. നിങ്ങൾ പറയുന്ന അത്രയും വേസ്റ്റ് ഞാനിടാം. അപ്പോൾ ആൾക്ക് ഓൾറെഡി ഇപ്പോൾ 1 ടണ്ണ് വേസ്റ്റ് കിട്ടാനായിട്ടുള്ള സോഴ്സ് ഉണ്ട്. അപ്പോൾ ആ 1 ടൺ വേസ്റ്റിൽ നിന്ന് ഇവിടെ നമ്മൾ 13 ബർണർ 14 ബർണർ കത്തിക്കാനുള്ള പരിപാടിയാണ്. അതും ഹെവി ക്യാൻറ്റീൻ ബർണേഴ്സ്. ഇപ്പോൾ ഞാൻ കത്തിക്കുന്ന വീഡിയോസ് കാണിച്ചല്ലോ. അപ്പോൾ നമ്മൾ 5 ബർണറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം ഇതാണ്. ഈ പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് 1 മാസമേ ആവുന്നുള്ളൂ. കമ്മീഷനിങ് ചെയ്തിട്ട് പണിത് കഴിഞ്ഞ് നമ്മൾ എല്ലാം കമ്മീഷൻ, കൗഡങ് ബാലൻസ് എടുക്കുന്നുണ്ടോ,
ചാണകം ഇതിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതിവിടെ കിടന്ന് ഉണങ്ങിപ്പോയി, കാരണം ഒരുപാട് ഫില്ലായതിന് ശേഷമാണ് ബാക്കിയുള്ളത് ഇവിടെ ഇട്ടത്. അപ്പോൾ ഇനി പൊടിഞ്ഞു കഴിഞ്ഞാൽ മാറ്റിയിട്ട് അവർക്ക് വേണമെങ്കിൽ ചാണകപ്പൊടിയായിട്ട് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ചാണകം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ 5 ബർണറാണ് കൊടുത്തിട്ടുള്ളത്. ഈ 5 ബർണറിൽ നമുക്ക് ഏകദേശം അവർക്ക് ഉപയോഗിക്കാവുന്ന അത്രയും ഗ്യാസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പതുക്കെ കുറേ കാര്യങ്ങൾ, ഐ മീൻ 1-2 ബർണേഴ്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടോട്ടലി 15 ബർണറിലേക്ക് ഈ സാധനം കൊണ്ടുവരും. ഇതിൻ്റെ ഔട്ട്ലെറ്റ് ടാങ്കാണ്. ഉണ്ടോ, ഇതിലിപ്പോൾ ചാണകം ഇങ്ങനെ പതച്ച് നിൽക്കുന്നുണ്ടോ, നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ട് ഈ അപ്പത്തിൻ്റെ ഇതൊക്കെ വീർത്ത് നിൽക്കുന്ന പോലെ അത്രയും ഗ്യാസ് ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്യുവർലി നാച്ചുറലാണ്. പിന്നെ മീഥെയിനാണ് ഗ്യാസ്. ഇതിപ്പോൾ അവർക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല, ഫില്ലാവും തോറും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീഥെയിൻ ഗ്യാസ് വേസ്റ്റ് ആവില്ല. പിന്നെ അച്ഛൻ ഇതിനോട് ബന്ധപ്പെടുത്തി തന്നെ ഇവിടെ പശുവിനെയും കോഴീനെയും കാടേനെയൊക്കെ വളർത്താനാണ് ഈ കൂടുകൾ ഇതേ പണിത് വെച്ചിട്ടുള്ളത്. ആദ്യം കോഴിയാണ്. ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻലെറ്റ് കൂടെ വേസ്റ്റ് ഇടുമ്പോൾ ഔട്ട്ലെറ്റിലൂടെ സ്ലറി വരും. ഇതാണ് ഇൻലെറ്റ്, അതാണ് ഔട്ട്ലെറ്റ്. ആറ്റത്ത് കാണുന്ന ടാങ്കില്ലേ, അതാണ് ഔട്ട്ലെറ്റ്. അപ്പോൾ ഇത്രയും വേസ്റ്റ് കൂടെ ഇടുമ്പോൾ ഇതിനകത്ത് സ്ലറി വരും. കണ്ടോ, ഗ്യാസ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് സ്ലറി ഉള്ളിലോട്ട് പോകും. ഗ്യാസ് ഫില്ലാവും തോറും സ്ലറി പുറത്തോട്ട് ചാടും. ആ ഗ്യാസിൻ്റെയും സ്ലറിയുടെയും ഒരു പ്രൊപ്പോർഷണൽ പ്രഷറാണ് നമുക്കവിടെ ഗ്യാസിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴിയുടെ സാധനം, മറ്റേ ചത്ത കോഴികളുടെ വേസ്റ്റും ഒക്കെ കൂടി ഇതിനകത്ത് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും ഗ്യാസും വളവും കിട്ടും. ഈ സ്ലറി എന്ന് പറയുന്നത് വളമാണ്. ഇവിടെ എന്തിനു വേണമെങ്കിലും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. ഇനി ഇവിടുത്തെ ഒരു ഐഡിയ ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഇതൊരു കോഴിക്കോടാണ് കേട്ടോ. കണ്ടോ, ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻലെറ്റ് കേട്ടോ, ഇതിൽ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ലറിയുടെ ഔട്ട്ലെറ്റ് ടാങ്കാണ്, അതായത് ഓവർഫ്ലോ ടാങ്ക്. കണ്ടോ, ഇതിലിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഈ അവിടെ നിന്ന് വരുന്ന ആ സ്ലറി, അവിടെ നിന്ന് അറ്റത്തുനിന്ന് വരുന്ന ആ സ്ലറി ഇതിനകത്തോട്ട് വന്ന് വീഴും. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ്, ഇവിടെയാണ് നമ്മൾ കോഴിക്കോട് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഈ കോഴിക്കൂട്ടിൽ നിന്ന് വരുന്ന കോഴിയുടെ ഡ്രോപ്പിങ്സ്, കാഷ്ടം ഈ സ്ലറിയുടെ അകത്തേക്ക് വീഴും. സ്ലറിയുടെ അടിയിൽ നിന്നൊരു കുഴി കണ്ടോ, ഇത് നേരെ പോകുന്നത് അപ്പുറത്ത് ETP ടാങ്ക് ഉണ്ട്, എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. ആ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് ടാങ്കിൻ്റെ അതാ ഷെഡ് കാണുന്നതാണ് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് ടാങ്ക്. കണ്ടോ, ഈ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് ETPയുടെ ഈ ടാങ്ക് അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു പ്രീ കളക്ഷൻ ടാങ്ക് ഉണ്ട്. അതിൽ ഈ സ്ലറിയൊക്കെ സ്റ്റോർ ആവും. ആവശ്യമുണ്ടെങ്കിൽ അച്ഛനത് പമ്പ് ചെയ്തിട്ട് നഴ്സറിക്കാർക്കോ കൃഷിക്കാർക്കോ സെൽ ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഗുണം? 2 ഗുണമാണ്. 1 ഗ്യാസ്, 2 സ്ലറി. അപ്പോൾ നമ്മുടെ ROI എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഇത് ശരിക്കും 13 ലക്ഷം രൂപയുടെ വില മതിക്കുന്ന 13 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു മോഡലാണ്. ഇതിൽ നിന്ന് അച്ഛന് എങ്ങനെ പോയാലും 2 to 5 years, 2 കൊല്ലം to 5 വർഷം, 5 വർഷത്തിനുള്ളിൽ അച്ഛൻ ഈ മുടക്കിയ മുതൽ മൊത്തം തിരിച്ചു കിട്ടും. ഇതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ 25 വർഷമാണ് അച്ഛന് വാറണ്ടി കൊടുത്തിട്ടുള്ളത്. അച്ഛൻ ആദ്യം ഗ്യാസ് കിട്ടാതെയപ്പോൾ കുറച്ചൊക്കെ തളർന്നെങ്കിലും ഇപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ആൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾ ഭയങ്കര സന്തോഷവാനുമാണ്. കാരണം ഇത്രയും ഗ്യാസ് കിട്ടുന്ന ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് ആൾ തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ആൾ തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇനി വെയിറ്റ് ചെയ്യേണ്ട, അടുത്ത ബർണേഴ്സും കൂടി കളക്ട് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ബർണർ ഹോൾസ് വലുതാണ്. LPGയും ബയോഗ്യാസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എൽ പി ജിക്ക് ചെറിയൊരു ചൂട് വ്യത്യാസമുണ്ടാകും. പക്ഷേ ഇത് വലിയ മോഡലായതുകൊണ്ട് ഇതിൻ്റെ ചൂടും പ്രഷറൊക്കെ LPGയുടെ അതേപോലെ ഇരിക്കും. നിങ്ങൾ കത്തുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഷോർട്ട് ബ്രീഫ് എക്സ്പ്ലനേഷൻ ഇതാണ്. അപ്പോൾ ഇതാണ് ബയോഗ്യാസ് സ്ലറി ഔട്ട്ലെറ്റ്. ഇത് ഡൈജസ്റ്റർ ടാങ്ക് കം ഗ്യാസ് സ്റ്റോറേജ്. ഇത് ഇൻലെറ്റ് ടാങ്ക്. ഇവിടെ ഒരു ഡോറൊക്കെ വരും കേട്ടോ, ഇൻലെറ്റ് ടാങ്ക്. ഇത് ഇനി വേറൊരു സൂത്രം കൂടി ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അച്ഛൻ. ഇവിടെ പശുവിൻ്റെ ഫാം, ഇവിടെ എത്ര പശുവിന് ഇടാൻ പറ്റും എന്നുള്ളത് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ പറയാം. ഇവിടെ ഒരു പന്നി ഫാം,
അതിൻ്റെ രണ്ടിൻ്റെയും വേസ്റ്റ് ഇതിലേക്ക് വരാനാണ് ഈ പൈപ്പ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഈ പൈപ്പ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അപ്പുറത്തും ഒരു പൈപ്പുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് രണ്ടും അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നുകൂടിയും പറയാം. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആകെ കൂടി ഒരു പാലിയേറ്റീവ് ടൈപ്പുള്ള ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. അത് ഇതാണ്. ഇത് വല്ലച്ചിറയാണ്, പെല്ലിശ്ശേരി കുന്നെന്ന് പറയും, തൃശ്ശൂർ ജില്ലയിൽ ഊരകം, എനിക്ക് തോന്നുന്നു ഊരകം പഞ്ചായത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. കിച്ചണിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. ഫുഡ് കൊണ്ടുപോകുന്ന ലിഫ്റ്റാണത്. ഇതാണ് കിച്ചൺ. ഇതിലിപ്പോൾ നമ്മൾ ഇവിടെ 2 ബർണർ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ചൈനീസാണ്. അതുപോലെ ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇതും ചൈനീസ് തന്നെയാണ്. പിന്നെ ഇവിടെ 2 എണ്ണം ബയോഗ്യാസ്. ഇതാണ് ഞാൻ പറഞ്ഞ ബയോഗ്യാസിൻ്റെ ബർണർ. നല്ല ഹൈറ്റിൽ കത്തും, കണ്ടോ. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ കിച്ചൺ പ്രൊഫഷണലാണ്. എല്ലാ പരിപാടികളും ഉണ്ട്. ബൾക്ക് കുക്കിംഗ് ആണ് ഇവിടെ. ഇതൊരു കുക്കറാണ്. ഇതും ഇതിലേക്ക് റൈസ് കുക്കറാണ്. റൈസ് കുക്കറാണിത്. ഇതിലേക്കും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊരു ഹിൽ ടോപ്പ് കിച്ചണാണ് കേട്ടോ. ഇവിടേക്കാണ് നമ്മൾ ഫുഡ് എടുക്കാനായിട്ട് ഗ്യാസ്, ഇവിടുത്തെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഗ്യാസ് ലൈൻ വന്ന് കിടക്കുന്നുണ്ടോ. ഈ ഗ്യാസ് ലൈനിൽ നിന്നാണ് ഇത്രയും പ്രഷറിൽ നമുക്ക് ഗ്യാസ് കിട്ടുന്നത്. ഇവിടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇത്രയും ഗ്യാസ് കുറ്റിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിലിപ്പോൾ ഏകദേശം ഒരു 5-6 സിലിണ്ടർ ഡെയിലി നമുക്ക് ഇതിൽ നിന്ന് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ബയോഗ്യാസിൻ്റെ ലൈനാണ് കേട്ടോ. അത് നമ്മളിവിടെ ഇത് ബിരിയാണി സെൻ്ററാണ്. ഇവിടെ നമ്മൾ ഈ ബർണർ നമ്മൾ ബയോഗ്യാസ് ബർണറാണ് ചെയ്തിട്ടുള്ളത്. ഇത് 3 ബർണർ കേട്ടോ. ഈ ഉരുളി ഫുള്ളായിട്ട് ചൂടാവണം. 3 ബർണർ, അതിൻ്റെ ലൈനിങ്ങാണ് ഈ കിടക്കുന്നത്. നമ്മളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം HDP പൈപ്പാണ്. അപ്പോൾ ഈ 3 ബർണർ നമുക്ക് ഫോഴ്സിൽ കത്തിക്കണം. ഇതിൻ്റെ ടൈം ലാപ്സ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ടൈം ലാപ്സ് അല്ല, ഇതിന് കത്തുന്ന വീഡിയോ. അത് കത്തിക്കുന്നു, അങ്ങനെ അത് കത്തി. ഓക്കെ, സക്സസ് ആയി.
ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഫ്രെഡി സൈനിങ് ഓഫ്. അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.